ഹായ് ഫ്രണ്ട്സ്, അറിവിൻ്റെ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവിൻ്റെ ജാലകത്തിൽ നമ്മളിന്ന് വിചിത്രങ്ങളായ ചില പേരുകളാണ് പറയുന്നത്. ആദ്യമായി മൗണ്ടെയിൻ ചിക്കൻ എന്താണെന്ന് നോക്കാം. മൗണ്ടെയിൻ ചിക്കൻ എന്ന പേര് കേൾക്കുമ്പോൾ മലമുകളിലെ ചിക്കൻ എന്ന് കരുതേണ്ട. കരീബിയൻ ദ്വീപസമൂഹങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം വലിയ തവളയാണ് മൗണ്ടെയിൻ ചിക്കൻ എന്ന് അറിയപ്പെടുന്നത്. 20 സെന്റിമീറ്ററോളം നീളവും 1 കിലോയോളം ഭാരവും വരുന്ന ഈ തവളകൾ ഡൊമിനിക്കയിലെ ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഹാരമാണ്. പോർട്ടുഗീസ് മാൻ ഓഫ് വാർ എന്ന് കേൾക്കുമ്പോൾ ഒരു പടയാളിയുടെ രൂപമാണോ മനസ്സിൽ വരുന്നത്? എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ വികസിപ്പിച്ചെടുത്ത യുദ്ധക്കപ്പലാണ് മാൻ ഓഫ് വാർ. ഇതിനോട് രൂപസാദൃശ്യമുള്ള ഒരു സമുദ്രജീവിയാണ് പോർട്ടുഗീസ് മാൻ ഓഫ് വാർ എന്ന് അറിയപ്പെടുന്നത്. എന്താണ് പുഡിംഗ് വൈഫ്? പുഡിംഗ് ഉണ്ടാക്കുന്ന വൈഫാണോ പുഡിംഗ് വൈഫ് എന്ന് പറയുന്നത്? അല്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ഒരിനം നീല നിറത്തിലുള്ള മത്സ്യമാണ് പുഡിംഗ് വൈഫ് റാസെ. ഭക്ഷ്യയോഗ്യമായ ഈ മത്സ്യത്തെ അക്വേറിയത്തിൽ വളർത്തുന്നുമുണ്ട്. നീണ്ട കാലുള്ള അച്ഛനാണോ ഡാഡി ലോങ് ലെഗ്സ്? അല്ല. 8 കാലുകളുണ്ടെങ്കിലും 8 കാലിയല്ലാത്ത ചെറിയ ഒരിനം പ്രാണിയാണ് ഡാഡി ലോങ് ലെഗ്സ് എന്ന് അറിയപ്പെടുന്നത്. വളരെ നീണ്ടു വളഞ്ഞ് നേർത്ത കാലുകളും ചെറിയ ഉടലുമാണ് ഇതിനുള്ളത്. ബോംബെ ഡക്ക് എന്ന് കേട്ടാൽ ബോംബെയിലെ താറാവ് എന്നാണോ അർത്ഥം? അല്ല. ബംഗാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മത്സ്യമാണ് ഇത്. ബ്ലാക്ക് വിഡോ എന്നാൽ കറുത്ത വിധവ എന്നാണോ അർത്ഥം? അല്ല. അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരിനം ചിലന്തിയാണ് ബ്ലാക്ക് വിഡോ എന്ന് അറിയപ്പെടുന്നത്. സോൾട്ട് ഹോഴ്സ് എന്നാൽ ഉപ്പ് ചുമക്കുന്ന കുതിര എന്നാണോ അർത്ഥം? അല്ല. ഉപ്പിലിട്ട ബീഫ് അല്ലെങ്കിൽ പോർക്ക് എന്നാണ് സോൾട്ട് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ജാലകത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.